മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിച്ച സന്ദേശം അയക്കാൻ സർക്കാർ വാട്സ്ആപ്പ് സന്ദേശം അയക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. വയനാട്ടിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിലാണ് സന്ദേശം. പ്രത്യേക അപേക്ഷ നൽകാനാണ് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. വിഷ്ണു, മുൻപ് ഈ സർക്കാർ ജീവനക്കാരുടെ മൊബൈൽ നമ്പറിലേക്ക് സന്ദേശം എത്തിയത് ഒടുവിൽ കോടതി കയറേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസ് കോടതി പരിഗണിക്കുന്ന നിലയാണ്. ഈ പശ്ചാത്തലത്തിലാണോ വയനാട് ദുരിതത്തിൽ സഹായം നൽകിയവർക്കുള്ള നന്ദി സന്ദേശത്തിന് കോടതിയുടെ അനുമതി തന്നെ സർക്കാർ തേടുന്നത്? അഹിത, സ്പാർക്കിലെ ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നിലനിൽക്കെ അതിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഇനിയും സന്ദേശം അയക്കാനുണ്ട് എന്ന കാര്യം കോടതിയെ അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ ആളുകൾക്കാണ് സന്ദേശം അയക്കാനുള്ളത് എന്നാണ് സർക്കാരിന്റെ വാദം. പ്രത്യേകിച്ച് വയനാട് പുനരധിവാസത്തിന്റെ ആദ്യഘട്ടമടക്കം പൂർത്തിയായ പശ്ചാത്തലത്തിൽ അതിൽ സംഭാവന നൽകിയ ആളുകൾക്ക് സന്ദേശം അയക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ ആവശ്യം. കോടതി പ്രത്യേക അപേക്ഷയായി ഇത് കൈമാറാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ അപേക്ഷ പരിഗണിച്ച ശേഷം അതിൽ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DA അനുവദിച്ചുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മൊബൈലിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിയത്. പക്ഷേ അത് രാഷ്ട്രീയ താല്പര്യം വെച്ചാണ് ആ സന്ദേശം എന്ന ആരോപണം നിലനിൽക്കുമേ അത് കോടതി കയറുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കോടതി അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് സന്ദേശം അയക്കുന്നതിൽ എന്താണ് തെറ്റെന്നും അത് ഏത് സമയത്ത് അയക്കണമെന്നുള്ളത് സർക്കാരിന്റെ തീരുമാനമല്ലേ എന്നും കോടതി ഇന്നലെ ചോദിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അഷിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.